ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. രാവിലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് കറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml മെഷറിംഗ് കപ്പിലാണ് വെള്ളം എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് റവയാണ്. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. 1 കപ്പ് റവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് മിക്സാക്കിയിട്ടെടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സാക്കുന്ന സമയത്ത് റവയിലുള്ള വെള്ളം മൊത്തം പെട്ടെന്ന് തന്നെ വറ്റി ഇതേപോലെ ഡ്രൈ ആയിട്ട് വരും. എന്നിട്ട് ഇതേപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ആ സമയം വരെ ഇതേപോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പാനിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് വിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് അപ്പോൾ തന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂടിൽ ഇത് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മൈദയോ ഗോതമ്പ് പൊടിയോ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കിയിട്ടെടുക്കാം. ഈ റവയിലേക്ക് മുഴുവൻ അരിപ്പൊടിയും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് മാവ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പരത്തിയെടുക്കാം. ഇത് എല്ലാ മാവും ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ അധികം നേരിയതുമല്ല എന്നാൽ അധികം കട്ടിയല്ലാത്ത ടൈപ്പിൽ നമ്മൾ നെയ്പത്തിരിയിൽ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു കട്ടിയിൽ പരത്തിയെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു മൂടി വെച്ച് കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കിയിട്ടെടുക്കാം. ഇനി ബാലൻസ് വരുന്ന മാവ് ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് എല്ലാ മാവും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ പരത്തി വെച്ച മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് 2 എണ്ണമൊക്കെ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി കിട്ടും. ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ആക്കിയിട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നെയ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ നെയ്പത്തിരിയേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ റവ കൊണ്ട് ഉണ്ടാക്കിയാൽ. പിന്നെ ചിലർക്കെങ്കിലും ഇതിൻ്റെ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെരുംജീരകം ചേർത്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.